ആരുടെ കാര്യത്തിലും ഇടപെടാനും പോകുന്നില്ല. ആരോടും ആവശ്യമില്ലാത്ത സംസാരത്തിന് നിൽക്കുന്നുമില്ല. ജോലിക്ക് പോകുന്നു, ജോലി കഴിയുന്നു, റൂമിലേക്ക് വരുന്നു, വീട്ടിലേക്ക് വരുന്നു, വീട്ടിൽ നിന്ന് വീണ്ടും പിറ്റേന്ന് ജോലിക്ക് പോകുന്നു, വരുന്നു. ഒരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവരാരുടെ കാര്യത്തിലും സംസാരിക്കാൻ ഇടപെടാൻ പോകാത്തത് കൊണ്ട് തന്നെ ഇവരെ നല്ലൊരു മനുഷ്യരുടെ ഗണത്തിലാണ് പലപ്പോഴും നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. പിന്നെ ജോബിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അവർക്ക് ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ജോലിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കൂടുതൽ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ജോലികളാണെങ്കിൽ അവരത് റിസൈൻ ചെയ്യും, വേറെ ജോലി നോക്കി പോകും. അവിടെയും ഇതേ അവസ്ഥയാണെങ്കിൽ അവിടെയും വേണ്ടാന്ന് നോക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് സ് മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് കൂടാനോ പറ്റില്ല. അവർക്ക് എപ്പോഴും ഒരു റിജക്ഷൻ മൈൻഡാണ് അവരിൽ ഉണ്ടാവുക. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരു വിവാഹ ജീവിതത്തിലോട്ടേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് അവർക്ക് അവരുടെ വൈഫിനോടും പാർട്ട്ണറിനോടാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്നേഴ്സിനോടാണെങ്കിലും അവർക്ക് എന്തുണ്ടാവില്ല, ഒരു അറ്റാച്ച്മെന്റ് ഫീലിങ്സ് ഉണ്ടാവില്ല. എപ്പോഴും ഒരു ഡിറ്റാച്ച്മെന്റ് മൈൻഡ് ആയിരിക്കും ഉണ്ടാവും. അപ്പം അവിടെ തന്നെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. അതും കൂടാതെ ഇവർക്ക് ലൈംഗികമായിട്ടുള്ള ബന്ധത്തിനോടും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് ഉള്ള ആൾക്കാരെ നമ്മൾ പൊതുവേ പറയുന്ന ഒരു പേരാണ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത്. അപ്പം ഇവർക്ക് നല്ല തെറാപ്പികളും കൗൺസിലിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ ഇവരിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്.